കെ ജെ ജേക്കബ് ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഇന്നത്തെ വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിൽ യെച്ചൂരിയെപ്പോലെ ഒരാൾ മറഞ്ഞു പോകുന്നത്, വിടവാങ്ങുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് എന്നാണ്. അത് വലിയ നികത്താനാകാത്ത വിടവ് തന്നെയാണ് എന്നതാണ്. അതൊരു പാർട്ടിക്കുള്ള വിടവാണോ അല്ലെങ്കിൽ ഒരു ഒരു പക്ഷത്തിനുള്ള വിടവാണോ എന്നതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യെച്ചൂരി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരുപക്ഷെ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് അതിൽ നിന്ന് താങ്കൾ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതിപ്പം ഡോക്ടർ ലാൽകുമാർ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചാണ് എനിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം നമുക്ക് ശ്രീ യെച്ചൂരിയിൽ 15 വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്നവർ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അദ്ദേഹം പോയി. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരു വർഷം മുമ്പായിരുന്നു യെച്ചൂരി വിടവാങ്ങിയിരുന്നത് എങ്കിൽ ഇന്ത്യ ഇന്ന് ഈ രൂപത്തിലുണ്ടാവില്ല. കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം നടന്നു. അതിനുശേഷം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി ഏകദേശം ഒരു ശൈഥില്യത്തേക്ക് നീങ്ങിയതാണ്. കാരണം കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ നിലപാട് വന്നതോടുകൂടി പിന്നെ സമാജ്വാദി പാർട്ടികളും ഒക്കെ അവരെ കോൺഗ്രസ് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതിന് ശേഷം കോൺഗ്രസിനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ നിന്നും ഇന്ത്യ മുന്നണിയെ ഒരു കൊഹസീവായിട്ടുള്ള രാഷ്ട്രീയ മുന്നണിയാക്കി മാറ്റിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ശ്രീ സീതാറാം യെച്ചൂരിയുടേതാണ്. ഒരു വർഷം മുമ്പാണ് അദ്ദേഹം പോയിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളത് സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. പക്ഷേ എങ്കിലും ഞാൻ ആലോചിക്കുന്നത്, ഒരു വർഷം മുമ്പായിരുന്നു യെച്ചൂരി ഇല്ലാതായി പോയിരുന്നതെങ്കിൽ ഇന്ത്യ ഇന്ന് നമ്മളീ കാണുന്നത് പോലെ ഉള്ള ഒരു ഇന്ത്യ ആയിരിക്കില്ല. സ്വന്തമായി 3/2 ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി സർക്കാർ ജനങ്ങളെ സമീപിച്ച BJPക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാതാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് സഖ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് സഖ്യം സാധ്യമാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ സീതാറാം യെച്ചൂരിയുടേതാണ്. നമ്മളിപ്പം നോക്കിയാൽ അത് കോൺഗ്രസിൻ്റെ ആറ്റിറ്റ്യൂഡിലുണ്ടായ വലിയ വ്യത്യാസം, 1-2 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ വലിയ വ്യത്യാസം, അത് സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തലയ്ക്ക് കിട്ടിയ അടിയാണ്. ആ അടിയിൽ നിന്ന് അവർ ഇനിയും മുക്തമായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ, അതിൻ്റെ ആഘാതത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ ജാതി സംവരണം പോലെയുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടി പൊളിക്കാൻ പറ്റുന്നൊരു ആശയം വന്നു കഴിഞ്ഞപ്പം അതിൽ സംഘപരിവാരത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. RSS അതിന് പിന്നെ കണ്ടീഷണൽ സമ്മതം മൂളിയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് നോക്കൂ, ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒരു അലയൻസ് വേണം എന്ന് നിർബന്ധിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ സാധാരണ രാഷ്ട്രീയക്കാരല്ല, രാഹുൽ ഗാന്ധിയാണ്. ആ ആറ്റിറ്റ്യൂഡിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത്, ആ ആറ്റിറ്റ്യൂഡിലേക്ക് കോൺഗ്രസ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയാണ്. ആ ജനവിധി അങ്ങനെ ആക്കി തീർക്കുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ പങ്ക് വളരെ വലുതാണ്. അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ CPM തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു രാജ്യമുണ്ട്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൂരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ എന്നുള്ളത് പോലെ നമുക്കൊരു രാജ്യം ബാക്കിയായിട്ടേ, അതിൻ്റെ ഭരണഘടന ബാക്കിയായിട്ടേ, അതിൻ്റെ അടിസ്ഥാന ശിലകൾ ബാക്കിയായിട്ട് മാത്രമേ നമുക്ക് കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ അതിനുള്ള അവസരം നമുക്കുള്ളൂ, അതിനുള്ള ലക്ഷറി നമുക്കുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചത്. കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രാഥമിക രാഷ്ട്രീയ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ പിന്നെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഏതവസ്ഥയിലും RSS BJPയും അവർ മുമ്പോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെയും തോൽപ്പിക്കാൻ പറ്റൂ എന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സീതാറാം യെച്ചൂരി പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലം കണ്ടു. ലാൽകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ഗംഭീരമായ സംഭാവന കൊടുത്ത്
ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ ആവശ്യമായ ഒരു ജനവിധി സമ്പാദിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം റിയലൈസേഷൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും നിലനിൽക്കുന്ന ഒരു ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഒരു വേള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് പോലും കാരണമായത് ആ ചോദ്യമായിരുന്നു. എന്തായിരുന്നു അടിസ്ഥാനപരമായി നമ്മളുടെ മുഖ്യശത്രു ആര് എന്നുള്ള ചോദ്യം. നമ്മൾ ആ റിയലൈസേഷനിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അത് ഡോക്ടർ അംബേദ്കർ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഭരണഘടന നിർമ്മിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പലർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്ന ഫ്യൂഡൽ ജാതി രാഷ്ട്രീയ വ്യവസ്ഥയെ ഉടയ്ക്കാതെ നമുക്ക് ഒരു മെച്ചപ്പെട്ട സമൂഹത്തെ സൃഷ്ടിക്കാനാവില്ല. അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന ലിബറലായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തി, അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. നമ്മുടെ 30-40 1000-2000 വർഷം പഴക്കമുള്ള നമ്മുടെ സിവിലൈസേഷൻ്റെ മുഴുവൻ ഭാരവുമുണ്ട്. ആ ഭാരം മുഴുവൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമായി തീരുന്നതല്ല. അതിന് കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. ആ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലോടുകൂടി ഇനി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. യെസ്.